ബിഗ് ബോസ് മലയാളം സീസൺ 7 60ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് വീട്ടിലെ ഓരോ മത്സരാർത്ഥികളും കാത്തു കൊതിച്ചിരുന്ന ഫാമിലി വീക്ക് എത്തി. ഇന്ന് 3 മത്സരാർത്ഥികളുടെ പ്രിയപ്പെട്ടവരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്. ആര്യന്റെ അമ്മയും സഹോദരനും എത്തി, അനുമോളുടെ അമ്മയും സഹോദരിയും എത്തി, ജിസൈലിന്റെ അമ്മയും എത്തി. അതുകൊണ്ട് തന്നെ വീട്ടിൽ വളരെയധികം പോസിറ്റീവ് എനർജി ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് സന്തോഷിച്ച ദിവസം കൂടിയായിരുന്നു. ഈ സമയത്ത് ഈ ഫാമിലി വീക്ക് കൊണ്ടുവച്ചതിൽ വളരെയധികം അസംതൃപ്തിയുള്ള ഒത്തിരി ആൾക്കാർ പ്രേക്ഷകരുടെ ഭാഗത്തുണ്ട്. ധാരാളം ആൾക്കാർ അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴിതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് പലരും പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ ഫാമിലി വീക്ക് ഇപ്പോൾ നടന്നതുകൊണ്ട് തന്നെ കാര്യമായ മാറ്റവും നേട്ടവും ഉണ്ടായ ചില ആൾക്കാരുണ്ട്. അതിന്റെ റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ എന്താകും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. ജിസൈലിന്റെയും ആര്യന്റെയും കാര്യത്തിലാണ് സുപ്രധാനമായ മാറ്റം സംഭവിച്ചത്. കഴിഞ്ഞ 59 ദിവസം ഒരു കിടക്കയിൽ ഒരു പുതപ്പിനുള്ളിലായിരുന്നു അവർ കഴിഞ്ഞുകൂടിയതെങ്കിൽ ഇനി വരുന്ന 40ഓളം ദിവസങ്ങൾ അവർ ഇരുവരും 2 ബെഡിലായിരിക്കും കിടക്കുക. ആ തീരുമാനം അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. എന്താണ് ഈ മാറ്റത്തിന് കാരണം? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആര്യന്റെ അമ്മ ആര്യനെ ഉപദേശിച്ചിട്ടുണ്ടോ? ജിസൈലിന്റെ അമ്മ ജിസൈലിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? പ്രത്യക്ഷത്തിൽ അതൊന്നും നമ്മൾ കാണുന്നില്ല. എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. എന്നാൽ ലൈവിൽ ജിസൈലിന്റെ അമ്മയും ജിസൈലും തമ്മിലുള്ള നല്ല വഴക്കും ബഹളവും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ആര്യനെ കുറിച്ചോ അല്ലെങ്കിൽ ആര്യനുമായിട്ട് ഒരു ബെഡ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചോ ജിസൈലിന്റെ അമ്മ സംസാരിച്ചതായിട്ട് ബിഗ് ബോസ് നമ്മളെ കാണിച്ചില്ല. ആര്യന്റെ അമ്മയും അതുപോലെ തന്നെ അങ്ങനെയൊന്നും സംസാരിക്കുന്നതായി നമ്മൾ കണ്ടില്ല. പക്ഷേ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ അക്ബറിനോടും ഒനിലിനോടും ജിസൈൽ സംസാരിക്കുമ്പോൾ താൻ ഇനി മുതൽ ആര്യനൊപ്പം കിടക്ക പങ്കിടുന്നില്ല, മാറിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട്, അതെന്താ കാര്യം? ആരാണ് അങ്ങനെ പറഞ്ഞത്? ആര്യന്റെ അമ്മ പറഞ്ഞു. ആര്യന്റെ അമ്മ പറഞ്ഞില്ല, എന്റെ അമ്മ പറഞ്ഞിട്ടാണ് പോയത് മാറിക്കിടക്കാൻ. അതുകൊണ്ട് ഇനി മുതൽ ആര്യനൊപ്പം കിടക്കില്ല. എന്തായാലും അതൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇരുവരുടെയും ഫാൻസ് അത് സമ്മതിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ജിസൈലിന്റെ മമ്മിയെ ചീത്ത പറയരുത്. അവരൊക്കെ പഴയ മനുഷ്യരാണ്. അവർക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. അവരുടെ മകൾ മറ്റൊരു ചെറുപ്പക്കാരന്റെ കൂടെ ഒരു പുതപ്പിനടിയിൽ കിടക്കുന്നതും അതിനെക്കുറിച്ച് നാട് നീളെ ആൾക്കാർ ചർച്ച ചെയ്യുന്നതും അങ്ങനെ പലതരത്തിലുള്ള കഥകൾ മെനയുന്നതും ഇതൊന്നും അമ്മമാർക്ക് കേട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരങ്ങനെ സംസാരിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഈ പഴയ മനുഷ്യരെന്ന് പറയുമ്പോഴും അവർ പുറത്ത് ജീവിച്ച ആൾക്കാരാണ്. അവരുടെ വസ്ത്രധാരണവും അവരുടെ ജീവിത ശൈലിയും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കത്ര പുത്തരിയായിട്ടുള്ള വിഷയമല്ല. എങ്കിൽ പോലും ആര്യന്റെ അടുക്കൽ നിന്ന് മാറിക്കിടക്കണം എന്ന് അവരവരുടെ മകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും നല്ല ബോധ്യമുണ്ട് അതൊരു നല്ല പ്രവണതയല്ലെന്ന്. പക്ഷേ ഫാൻസിന് മാത്രം അതിനകത്ത് എന്താ ഇത്ര കുഴപ്പം? ഒരു പുരുഷനും സ്ത്രീയും പ്രായപൂർത്തിയായവരാണ്. അവർ ഒരുമിച്ച് കിടക്കുകയോ അവർ ഉമ്മ കൊടുക്കുകയോ അവർ പുതപ്പിട്ട് മൂടുകയോ അതിനകത്ത് എന്തു വേണമെങ്കിലും കാണിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ദയവ് ചെയ്ത് ജിസൈലിന്റെ അമ്മയോട് ചോദിച്ചേക്കല്ലേ പ്ലീസ്. എന്തായാലും ജിസൈൽ അല്പമല്ലാത്തൊരു സങ്കടത്തിലാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ജിസൈൽ തന്റെ സങ്കടം അനീഷിനോട് പറഞ്ഞാണ് തുടങ്ങുന്നത്. വീട്ടിലെല്ലാവരും ഉറക്കമാണ്. ഈ സമയത്താണ് കൊച്ചുവെളുപ്പം കാലത്ത് വീടിന് പുറത്തിരുന്നു കൊണ്ട് അനീഷിനോട് ജിസൈൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. നമുക്ക് ആ വിവരണങ്ങളിലേക്ക് പോകാം. അതിനു മുൻപായി ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം എന്ന് ഓർപ്പിക്കുകയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിലെ കാണുവാൻ സാധിക്കുന്നത് സാധാരണ 8 മണിയാകുമ്പോഴാണ് ഈ വേക്കപ്പ് സോങ് ഒക്കെ മുഴങ്ങുകയും അവർ ഡാൻസിന് വേണ്ടി വരികയും ചെയ്യുന്നത്. എന്നാൽ 6 മണി കഴിഞ്ഞപ്പോൾ ജിസൈലും അനീഷും വീടിന് പുറത്തുണ്ട്. അല്പമായി മഴ ചാറുന്നുണ്ട്. അനീഷ് കുട പിടിച്ചുകൊണ്ട് നല്ല തണുത്ത കാലാവസ്ഥ എന്ന് പറയുന്നു. എന്നിട്ട് ജിസൈലിനോട് ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി, നേരത്തെ എഴുന്നേറ്റോ? ഇന്നെന്തുപറ്റി, അതിരാവിലെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിസൈൽ പറയുകയാണ്, അതെ, ഞാൻ ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയില്ലായിരുന്നു. വെളുപ്പിനെ തന്നെ ഞാൻ എഴുന്നേറ്റു. ഞാൻ ബാത്റൂം ടീമല്ലേ, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ബാത്റൂമിനെ അങ്ങ് സുന്ദരിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും അങ്ങ് സുന്ദരിയായി. എനിക്ക് നല്ല മൂഡില്ലായിരുന്നു, അതുകൊണ്ടാണ് അതിരാവിലെ ഞാൻ അങ്ങ് എഴുന്നേറ്റത്. അപ്പോൾ അനീഷ് പറയുകയാണ്, ചിലപ്പോൾ ഇന്ന് മമ്മി വരും. അതിന് ജിസൈലിന്റെ മറുപടി, മമ്മി വരുന്നത് എനിക്ക് പേടിയാണ്. എനിക്ക് ആര്യന്റെ കാര്യം ഓർക്കുമ്പോഴാണ് പേടി. ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് ആര്യന്റെ ഫാമിലി ഇന്ന് വരരുതെന്നാണ്. ആര്യന്റെ ഫാമിലിയും എൻ്റെ മമ്മിയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. വീണ്ടും അനീഷ് ചോദിക്കുക, അതിനെന്താ ഇത്ര പേടിക്കുന്നേ? നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിലും അമ്മമാര് തമ്മിൽ ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ. മമ്മി വന്നിട്ട് ആര്യനോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതാണ് പേടി. അതിനെന്തിനാണ് ഇത്ര പേടിക്കുന്നത്? അല്ല, TV-യിൽ അമ്മ എന്തെങ്കിലുമൊക്കെ കണ്ടു കാണത്തില്ലേ? അമ്മ എന്ത് കാണാൻ? നിങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് അല്ലേ? ഞങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിലും അമ്മമാരല്ലേ? അമ്മ TV-ക്കകത്ത് എന്തെങ്കിലും കണ്ടിട്ട് കോൺട്രവേഴ്സിയൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയായിരുന്നല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കുമോ എന്നുള്ള പേടിയുണ്ട്. ആഹാ, അപ്പൊ ശരിക്കും നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയായിരുന്നോ? അനീഷിന്റെ ചോദ്യം. ഇല്ല, അങ്ങനെയൊന്നുമില്ല.
അല്ല, എനിക്ക് നിങ്ങൾ തമ്മിൽ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ജിസേല്, ഇപ്പം ആ ഫ്രണ്ട്ഷിപ്പ് എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഫ്രണ്ട്ഷിപ്പ് പോയെന്നോ? ആ ഫ്രണ്ട്ഷിപ്പ് ലോസ്റ്റ് ആയെന്ന് എനിക്കിപ്പോൾ അങ്ങോട്ട് തോന്നുകയാണ്. അനീഷ് വിടാനുള്ള ഭാവമില്ല. അനീഷ് പറയാണ്, അത് ശരി, അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ലോസ്റ്റ് ആകാൻ തക്കവണ്ണം ഇപ്പോ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ജിസേല് പറയുകയാണ്, അതെ, നിങ്ങൾക്ക് ലക്ഷ്മിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോഴേ അനീഷിന് അപകടം മണത്തു. അനീഷ് പറഞ്ഞു, ജിസൈലിന് ലക്ഷ്മിയെക്കുറിച്ച് ജിസൈലിൻ്റെതായിട്ടുള്ള അഭിപ്രായം, എനിക്ക് ലക്ഷ്മിയെക്കുറിച്ച് എൻ്റെതായിട്ടുള്ള അഭിപ്രായം. ഓ ശരി, അതെ, ഞാനൊരു കാര്യം പറയാം. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുമോ അതോ നിങ്ങൾ മറ്റാരോടെങ്കിലും പറയുമോ? ജിസൈൽ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരാളല്ല. എന്നെ വിശ്വസിച്ചൊരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ ഞാനത് മറ്റാരോടും പറയുന്നയാളല്ല. ഓക്കെ, എങ്കിൽ പറയാം. ഇന്നലെ ഞാനും ആര്യനും കൂടി ഒരുമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആര്യൻ എന്നോട് പറയുകയാണ്, നീ ഇവിടുന്ന് എഴുന്നേറ്റ് പൊക്കോ, എനിക്ക് ഉറങ്ങണമെന്ന്. അത് കേട്ടപ്പോൾ തന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് ലക്ഷ്മി വന്നിരിക്കുന്നു. അത് കണ്ടിട്ട് ലക്ഷ്മിയോടും അവൻ പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞു, നീ ഉറങ്ങിക്കോ, ഞാനിവിടെ ഇരുന്നോളാം എന്ന്. അങ്ങനെ ലക്ഷ്മി അവിടെ ഇരുന്നു. പക്ഷേ ആര്യൻ പിന്നീട് ഉറങ്ങിയില്ല. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ ലക്ഷ്മിയും ആര്യനും തമ്മിൽ നല്ല വർത്തമാനം പറച്ചിലാണ്. ഇത് കേൾക്കുമ്പോൾ അനീഷ് ചോദിക്കുകയാണ്, ജിസൈല് പൊസസീവാണ്? ഏയ്, ഞാൻ പൊസസീവ് ഒന്നുമല്ല. ഉറങ്ങണമെന്ന് പറഞ്ഞവൻ എന്തിനാണ് ലക്ഷ്മിയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെ ഉറക്കം വരുന്നവന് ഉറങ്ങിയാൽ പോരെ? അപ്പൊ അവൻ കള്ളത്തരമല്ലേ കാണിച്ചത്? അതെ, ഞാൻ ഈ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ കയ്യിൽ നിന്നൊന്നും ഇട്ട് പറയല്ല. ഈ ഒരു കോൺവെർസേഷൻ കേട്ടിട്ട് നിങ്ങൾക്ക് എന്നാ പോലെ തോന്നുന്നുണ്ട്? ഇവർ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ അതോ ഏതെങ്കിലും ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായ ഒരു പ്രണയം ജിസൈലിന്റെ ഉള്ളിൽ ആര്യനോട് പൊട്ടി മുളച്ചിട്ടുണ്ടോ? ആര്യന് തിരിച്ച് അങ്ങോട്ടുണ്ടോ? എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയാണ് അനുമോൾ അവിടെ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ ആൾക്കാർക്കും അത് മനസ്സിലാകാൻ തുടങ്ങി. പുറത്തു നിൽക്കുന്ന അപൂർവം ചില ഫാൻസിനൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം നേരം വെളുത്തിട്ടുണ്ട്. അല്ല, ജിസൈലിന്റെ മുൻപിൽ വെച്ച് ആര്യന് മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെന്തൊരു ഗതികേടാണ്. ലക്ഷ്മിയും ആര്യനും തമ്മിൽ പ്രണയമുണ്ടോ? ഒന്നുമില്ലല്ലോ. ലക്ഷ്മി ആ വീട്ടിൽ ആരോടും മിണ്ടുന്നത് തന്നെ നമ്മൾ കാണാറില്ല. അവിടെ ആര്യൻ കിടന്നെടുത്ത കണ്ട് അവർ പോയിരുന്നു, അല്പനിമിഷം സംസാരിച്ചിരുന്നു. അങ്ങനെയുള്ള ആര്യന്റെ ആ സംസാരം തന്നെ ഉൾക്കൊള്ളുവാൻ ജിസൈലിന് പറ്റുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് അനീഷ് ചോദിക്കുന്നത്, ജിസൈല് ഇത്രമാത്രം പൊസസീവ് ആണോ എന്ന്. അതെ, അവർ പൊസസീവ് തന്നെയാണ്. ആര്യൻ ജിസൈലിൻ്റെത് മാത്രമാണ്. ആര്യൻ ആ വീട്ടിലെ ആൺകുട്ടികളോട് സംസാരിക്കാം, പക്ഷേ പെൺകുട്ടികളോട് ഒരു ഹായ് ബായ് അത്രയും മാത്രം മതി. അതിനപ്പുറത്ത് ആരോടെങ്കിലും അല്പസമയം ഇരുന്ന് സംസാരിച്ചാൽ ജിസൈലിന്റെ സ്വഭാവം മാറും. ഇപ്പോൾ അതാണ് ജിസൈല് പറയുന്നത്, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇന്നലെ കൊണ്ട് തീർന്നുവെന്ന്. അപ്പോൾ ലക്ഷ്മിയുമായിട്ട് ആര്യൻ അല്പനിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ജിസൈലിന്റെ ഉള്ളിൽ ഉറപ്പായി തന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആര്യൻ ലക്ഷ്മിയെ വളയ്ക്കുവാനുള്ള ശ്രമത്തിലാണെന്ന്. എന്ന് വെച്ചാൽ ആര്യൻ ഒരു കൊച്ചു കോഴിയാണോ എന്നൊരു സംശയം ജിസൈലിന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കേട്ട സ്ഥിതിക്ക് പ്രേക്ഷകരായ നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോളൂ, ഇവിടെ ആർക്കാണ് പ്രശ്നം, ആര്യനാണോ ജിസൈലിനാണോ? ബിഗ് ബോസ് വീട്ടിൽ പല ആൾക്കാരും ഈ അടുത്ത ദിവസങ്ങളിലായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലവ് ട്രാക്ക് പിടിച്ചു പോവുകയാണോ അതോ നിങ്ങളുടെ സ്ട്രാറ്റജി ആണോ ഇത്? നിങ്ങൾ തുറന്നങ്ങ് പറഞ്ഞോളൂ. എന്നിട്ടും ജിസൈൽ ഒരു ചെറിയ ചിരിയുമൊക്കെ ആയിട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് അവസാന സമയത്ത് ജിസൈൽ പറയുന്നുണ്ട്, ഒരു വീടല്ലേ, ഒരു വീട്ടിൽ പരസ്പരം അടുത്തിടപഴകിയ ആൾക്കാർ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമല്ലേ? അതെ, തീർച്ചയായിട്ടും അതൊക്കെ സ്വാഭാവികം തന്നെയാണ്. ആര്യൻ പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ ലവ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഞാൻ എത്തി നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകരിൽ ഒരു 99% ആൾക്കാർക്കും യാതൊരു ഡൗട്ടുമില്ല, വളരെ കൃത്യമായിട്ട് ഡാർക്ക് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ കാര്യമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ അനീഷിന്റെ മുൻപിൽ ജിസൈല് ഹൃദയം തുറക്കുകയാണ്. ആ സമയത്ത് അനീഷിന് സ്വയം തിരുത്തേണ്ടി വരികയാണ്. ഇത്രയും നാള് അനീഷ് എല്ലാവരുടെയും മുൻപിൽ പറഞ്ഞിരുന്നത്, എനിക്ക് 100% ഉറപ്പുണ്ട് ആര്യനും ജിസൈലും തമ്മിൽ വഴിവിട്ടൊരു ബന്ധമില്ല, അവർ ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അനീഷിനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷ് ചോദിക്കുകയാണ്, ജിസൈൽ എന്താ പൊസസീവ് ആണോ എന്ന്. പക്ഷെ അനീഷിനെ കൊണ്ട് സത്യം ഇടിപ്പിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അനീഷിന് ആരോടും ഇത് പറയാൻ പറ്റില്ല. പറഞ്ഞു പോയാൽ ചിലപ്പോൾ അനീഷിന്റെ തല പൊട്ടിത്തെറിച്ചു പോകും. എന്തായാലും ഈ സംഭവത്തിന് ശേഷം കാണുന്നത് നല്ല ഒന്നാന്തരം ഒരു ദൃശ്യമാണ്. നമ്മുടെ ഷാനവാസും നെവിനും തമ്മിലുള്ളൊരു സംസാരമാണ്. ഷാനവാസിനെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു നല്ല ഗെയിമർ ഉണ്ടെങ്കിൽ, ഒരു നല്ല മൈൻഡ് ഗെയിമർ ഉണ്ടെങ്കിൽ അത് ഷാനവാസ് തന്നെയാണെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയേണ്ടി വരും. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളൊരു മനുഷ്യൻ നല്ല ഒന്നാന്തരമായിട്ട് കുറ്റം ചെയ്യാനും ആ കുറ്റം ചെയ്തതിനു ശേഷം
അത് കണ്ടുവരികയും അതിനെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്ത ആൾക്കാരെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനും അവരാണ് കുറ്റം ചെയ്തവർ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വളരെ ഭംഗിയായി പറഞ്ഞു ഫലിപ്പിച്ച് അങ്ങനെ ഒരു ഔട്ട് പൊതുസമൂഹത്തിന് കൊടുക്കുവാനും ഇത്രയും മിടുക്കനായൊരു ചെങ്ങായിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ നെവിനുമായിട്ട് സംസാരിക്കുകയാണ്. നെവിനുമായിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ഭയങ്കര ശത്രുക്കളായിരുന്നു. ആദ്യം തുടങ്ങിയപ്പോൾ രണ്ടുപേരും ചക്കരയും അടയുമായിരുന്നു. പിന്നെ അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. അത് എന്തൊരു വലിയ പ്രശ്നമായിരുന്നു. അതെല്ലാം ഇപ്പോൾ കാറ്റിൽ അലിഞ്ഞ് ഇല്ലാതെയായിട്ടുണ്ട്. രണ്ടുപേരും വീണ്ടും ചക്കരയും അടയുമായിട്ടുണ്ട്. നെവിൻ പറയുകയാണ്, മോള് വന്നതിന് ശേഷം ഞാൻ പഴയതെല്ലാം അങ്ങ് വിട്ടുകളഞ്ഞുവെന്ന്. അപ്പോൾ ആ പഴയ കാര്യത്തെക്കുറിച്ച് വളരെ വിദഗ്ധമായിട്ടാണ് ഷാനവാസ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ്. ഞാൻ സംസാരിച്ച പല കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ ആ വാക്കുകളെ എന്നെ തല്ലുവാൻ വേണ്ടി വടിയാക്കി മാറ്റിയ ഒരു കൂട്ടം നികൃഷ്ട ജന്മങ്ങൾ. അവരെക്കുറിച്ച് വളരെ വിദഗ്ധമായ ശൈലിയിൽ നെവിനോട് ഷാനവാസ് സംസാരിക്കുകയാണ്. എടാ, ഞാനും നീയുമായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ചെറിയ പ്രശ്നം വന്നു. ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയാകാം, എനിക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടതാകാം. നീ ഒരു വലിയ തെറ്റ് ചെയ്തെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതിവിടെ ചില ആൾക്കാർ വരുത്തി തീർത്തതാണ്. എന്തുവാ ഷാനവാസ ഈ ഇരുന്നു കൊണ്ട് പറയുന്നത്? നിങ്ങൾ എത്ര പേരോട് ആ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്? നെവിൻ്റെ സ്പർശനം നിങ്ങൾക്ക് താല്പര്യമില്ല, മോശമായിട്ടാണ് അയാൾ നിങ്ങളോട് ഇടപഴകുന്നത് എന്നൊക്കെ അഭിലാഷിനോട് പറഞ്ഞു, ഒനിലിനോട് പറഞ്ഞു, ആദിലയോടും നൂറയോടും പറഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത്? ഇത് പ്രശ്നമായതിനു ശേഷം നിങ്ങൾ അതിനകത്ത് തന്നെ വീണ്ടും ഉറച്ചു നിൽക്കുകയായിരുന്നല്ലോ. അയാൾ ശരിക്കും വൃത്തികെട്ടൊരു പേഴ്സണാലിറ്റിയുടെ ഉടമയാണെന്ന് നിങ്ങൾ വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ലാലേട്ടനോട് കംപ്ലൈന്റ് ചെയ്യുന്നു. ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതെടുത്ത് പുറത്തിട്ടാൽ അതിനെ പ്രതിരോധിക്കുവാനും നെവിന്റെ ജീവിതം തന്നെ ഇല്ലാതെയാക്കുവാനുമുള്ള എല്ലാ പദ്ധതികളും മെനഞ്ഞു വെച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ അയാളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഒരു പക്ഷേ എനിക്ക് അതങ്ങനെ തോന്നിയതാവാം, എന്റെ തെറ്റിദ്ധാരണയാവാം, എനിക്കതങ്ങനെ അനുഭവപ്പെട്ടതാവാം, നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ ചില ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ അതങ്ങനെ ആക്കി തീർത്തതാണെന്ന്. എങ്ങനെയുണ്ട്? ഇതെല്ലാം കേട്ടിട്ട് മൂളി കേട്ട് യെസ് യെസ് എന്ന് പറയുന്ന നെവിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുകയാണ്. കാരണം അന്ന് നെവിൻ ഇങ്ങനെയൊന്നും അല്ല പ്രതികരിച്ചത്. അല്ല, അന്ന് ആ പ്രശ്നം നടന്നപ്പോൾ ഇക്ക പറഞ്ഞ ചില വാക്കുകളൊക്കെ അത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതിന്റെ അർത്ഥം എന്തായിരുന്നു? അതൊന്ന് പറയാമോ എന്ന് പോലും നെവിൻ ചോദിക്കുന്നില്ല. എല്ലാം യേസു മൂളി കേൾക്കുകയാണ്. ഇത്രയേ ഉള്ളൂ അയാളും. ഷാനവാസ് പറയുകയാണ്, നീ പുറത്തു പോയ സമയത്ത് ആ കോംബോ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞുവെന്ന്. അത് ഞാനും നീയുമായിട്ടുള്ള കളി, ചിരി, രസം ഇതൊക്കെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ നിന്നെ വെച്ചുകൊണ്ട് ഇവിടെ ഗെയിം കളിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. ഷാനവാസേ, ഇതൊരു പക്ഷേ നെവിന് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത, അതിനകത്ത് ന്യായം നിങ്ങളുടെ ഭാഗത്താണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് വളരെ കൃത്യമാണ്. അന്ന് നിങ്ങൾ പറഞ്ഞതൊക്കെ പ്രേക്ഷകരുടെ മനസ്സിലിരിപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾ തിരിച്ചു പറയുമ്പോൾ നെവിൻ ഒരു പക്ഷേ ഓ അച്ഛാ എന്ന് പറഞ്ഞ് മൂളി കേൾക്കും. പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നിങ്ങളുടെ ക്യാരക്ടറിനോട് പുച്ഛമാണ് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുകയാണ്, നിങ്ങൾ വളരെ വിദഗ്ധനായ ഒരു ഗെയിമറാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. നാടൻ ഭാഷയിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വാക്ക് നമ്മൾ പറയാറില്ലേ, ആടിനെ പട്ടിയാക്കുക എന്ന്. അത് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെ നിങ്ങളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു മട്ടൻ കറിയുടെ പ്രശ്നം ഉണ്ടായില്ലേ? ആ പ്രശ്നമുണ്ടായപ്പോൾ ആ വീട്ടിലെ മുഴുവൻ ആൾക്കാരും പറയുകയാണ്, നിങ്ങൾ തെറ്റ് ചെയ്തു, നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന്. പക്ഷെ എത്ര വിദഗ്ധമായിട്ടാണ് നിങ്ങൾ മുഴുവൻ ആൾക്കാർക്കും എതിരെ നിന്നുകൊണ്ട് അത് വെളുപ്പിച്ച് അനുമോളെ കുറ്റക്കാരിയാക്കി, ആര്യനെ കുറ്റക്കാരനാക്കി, അതിനകത്ത് സംസാരിക്കാൻ വന്ന മുഴുവൻ ആൾക്കാരെയും കുറ്റക്കാരാക്കി, ഒടുവിൽ മനോഹരമായിട്ട് നിങ്ങളെ തന്നെ വെളുപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ നല്ലൊരു ഗെയിമറാണ്. പക്ഷേ നിങ്ങളുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം വൃത്തികെട്ടതുമാണ്. ഇനി അടുത്തത് അടുക്കളയിലെ അടിയാണ്. അടിക്ക് തുടക്കമിട്ടിരിക്കുന്ന ആള് അനീഷാണ്. അങ്ങനെ തുടക്കമിടുവാൻ അയാൾക്ക് ന്യായമായിട്ടും റൈറ്റ് ഉണ്ട്. കാരണം അയാൾ കിച്ചൺ ക്യാപ്റ്റനാണ്. അപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ ആകുമ്പോൾ ക്യാപ്റ്റൻ പറയുന്നതൊക്കെ എല്ലാവരും പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ചു നിന്ന് കേൾക്കണം. ഓംബ്ര എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏസു മൂളണം. ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് താൻ പറയുന്നത്. ഇന്നലെ പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ട് പറയും. പക്ഷേ അത് ചോദ്യം ചെയ്യാൻ പാടില്ല. അനീഷ് പറഞ്ഞാൽ അത് അനുസരിച്ചോണം. ഇല്ല എന്നുണ്ടെങ്കിൽ അനുസരിക്കുന്ന സമയം വരെയോളം ആവർത്തിച്ച് അത് തന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അനുമോളെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിളിക്കുന്നുണ്ട്. അനുമോള് പോയി പണി നോക്കാൻ പറഞ്ഞു. അതെന്താണ്? നിങ്ങൾ കിച്ചൺ ടീമിലെ ആളല്ലേ, പിന്നെന്തിനാണ് അനുമോളെ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ക്യാപ്റ്റനോടൊരു ബഹുമാനമില്ലാതെ സംസാരിക്കാൻ പാടുണ്ടോ? അപ്പോൾ അനുമോളുടെ മറുപടി ഇതാണ്, ഇന്നലെ ഞാൻ അടുക്കളയ്ക്കകത്തേക്ക് വന്നിട്ട് അവിടെ അല്പം വെള്ളം പാത്രത്തിൽ വെച്ച് ഗ്യാസിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത് കണ്ടു. അത് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് അരിയിടാൻ വേണ്ടിയാണ്, എനിക്കറിയാം, എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് എന്നെ ആട്ടി ഓടിച്ചതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അയാൾ അങ്ങ് ചെയ്യട്ടെ. എന്തിനാണ് എന്നെ ഉപ്മാവ് ഉണ്ടാക്കാൻ വിളിക്കുന്നത്?
ഉടനെ അക്ബർ, അയ്യോ അങ്ങനെ അനുമോള് പോകല്ലേ, ഇവിടെ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം, പക്ഷേ പണിയൊക്കെ നിങ്ങൾക്കേ അറിയത്തുള്ളൂ, നിങ്ങളത് ചെയ്യണം. അപ്പോൾ അനീഷ് ശബ്ദം ഉയർത്തുകയാണ്, അങ്ങനെയൊന്നും അല്ല, അനുമോൾക്കറിയാവുന്നതുപോലെ ഒനിലിനും നല്ല വൃത്തിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അനുമോള്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒനിൽ അങ്ങ് ഉണ്ടാക്കട്ടെ, ഞാനങ്ങ് പോയേക്കാം. പെട്ടെന്ന് ഒനില് പറയുകയാണ്, അയ്യോ പോകല്ലേ പോകല്ലേ, അനുമോള് കയറിയൊന്നും ഉണ്ടാക്കണം. അനുമോളെ വീണ്ടും പിടിച്ചു നിർത്തുകയാണ്. അനീഷ് വിട്ടുകൊടുക്കുവോ? അനീഷ് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അനുമോൾക്കൊരു ധാർഷ്ട്യമുണ്ട്, എല്ലാം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് അറിയത്തില്ല അനുമോളെ, സമ്മതിച്ചു, ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്ക്. ഞങ്ങളത് സൗമ്യമായി സംസാരിക്കുമ്പോൾ അനുമോൾ അങ്ങ് തലയിൽ കയറി നിരങ്ങുകയാണ്. അത് ശരിയാണോ അനുമോളെ? അനീഷിന് മനസ്സിലായി സംഗതി കയ്യിന്ന് പോയെന്നുള്ളത്. പക്ഷേ ഈ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്ന് പറയുന്ന ആ മഹാമനസ്കതയുണ്ടല്ലോ, അത് അംഗീകരിക്കുകയൊന്നും വേണ്ട, മിണ്ടാതെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അങ്ങ് തീരും. പക്ഷേ വീണ്ടും വീണ്ടും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമമുണ്ടല്ലോ, ഒരുമാതിരി അളിഞ്ഞ സ്ട്രാറ്റജി, അത് പറഞ്ഞുകൊണ്ട് പിന്നെയും അവിടെ സംസാരമാവുകയാണ്. ഇത് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ലൈവ് കണ്ടവർക്കറിയാം എത്ര നേരമായിരുന്നു ഈ അടുക്കളയ്ക്കകത്ത് അല്പം ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വിഷയം ചൊല്ലിയുള്ള സംസാരം. അത് സംസാരിച്ച് മുഴുവൻ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. വളരെ കറക്റ്റാണ്, അനീഷിന്റെ സംസാരമാണ്. അനീഷ് ഈ കിച്ചൺ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഈ ഓവർ ഭരണവുമായിട്ട് പോവുകയാണ്. താൻ പറയുന്ന സമയത്ത് പറയുന്ന രീതിയിൽ സ്കെയിൽ വെച്ച് അളന്നു മുറിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കപ്പെട്ടിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ മാറൂല, വഴിയിൽ കയറി നിന്നുകൊണ്ട് അത് ചെയ്യിപ്പിച്ചു കളയും. ആ ഒരു ദുശാഠ്യമാണ് ഇയാളെ ഭരിക്കുന്നത്. അത് അംഗീകരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? അപ്പോഴേക്കും അത് പറ്റില്ല എന്നവർ പറഞ്ഞാൽ ഉടനെ ഇദ്ദേഹത്തിന്റെ ഈഗോ ഹേർട്ടാകും. പിന്നെ അവിടെ വലിയ വിഷയങ്ങൾ നടക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ സമയത്ത് മറ്റൊരിടത്ത് വേറൊരു കാഴ്ച കാണുന്നുണ്ട്. അത് മുമ്പ് പറഞ്ഞ സംഭവം തന്നെയാണ്. അനീഷ് നെവിനെ കാര്യമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഷാനവാസിന്റെ ഡ്യൂട്ടി ടൈമാണ്. ആ ഡ്യൂട്ടി ചെയ്യാതെയാണ് ഷാനവാസ് നെവിനെ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ക്യാപ്റ്റൻ ബിന്നി അവിടേക്ക് ചെല്ലുന്നുണ്ട്. പോയി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ പറയുന്നു. അയാൾ ചെയ്യില്ല. ഞാൻ ചെയ്തോളാം, ഇയാൾ പോ, ഇയാൾ വണ്ടി വിട്ടു. ഇല്ല, ഇപ്പോൾ നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ, ഈ ഡ്യൂട്ടി ചെയ്യേണ്ട സമയം കഴിഞ്ഞു, നിങ്ങളത് ചെയ്യണം. ഓഹോ, ചെയ്യിക്കാൻ വന്നതാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യും. ഇത് പറഞ്ഞ് അയാൾ വീണ്ടും ബിന്നിയുമായിട്ട് ഉടക്കുകയാണ്. ഈ സമയത്ത് ബിന്നി നെവിനെ പൊക്കി എഴുന്നേൽപ്പിക്കുകയാണ്. നെവിൻ എഴുന്നേറ്റെ, നീ ബാത്റൂമിന്റെ ഡ്യൂട്ടി ചെയ്യേണ്ട ആളല്ലേ, നീ ഇവിടെ ഇരിക്കാൻ പാടില്ല, നീ എഴുന്നേൽക്കാൻ പറയുന്നു. ബിന്നിയുടെ വാക്ക് കേട്ടുകൊണ്ട് നെവിൻ അവിടുന്ന് പതിയെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ നെവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട്, നാണമില്ലാത്തവനെ, നീ ആണാണോടാ? ഈ ആണാണോ എന്ന് പറയുന്ന കാര്യം എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല കേട്ടോ, അത് കട്ട് ചെയ്ത് കളഞ്ഞു. നീ ആണാണോ? നിനക്ക് ആണത്തം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തൊരു ചോദ്യമായി ഷാനവാസ് ചോദിക്കുന്നത്. ഹൗസ് ക്യാപ്റ്റനാണ് ബിന്നി. അവരൊരു പെണ്ണായതുകൊണ്ട് അവരെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല? അല്ല, ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ് എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ജോലി ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതാണോ ഒരു പുരുഷന്റെ പുരുഷത്വം അല്ലെങ്കിൽ ആണത്വം എന്നൊക്കെ പറയുന്ന കാര്യം? ഇയാൾ ഏത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്? ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലേ? ഇവിടെ ആണും പെണ്ണും അങ്ങനെ വ്യത്യാസമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും സമത്വം മാത്രമുള്ള ഒരു വീടാണത്. അതുമാത്രവുമല്ല, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റൂളിന്റെ ലംഘനമല്ലേ? ആ ഡ്യൂട്ടി നിങ്ങൾ ക്യാപ്റ്റന് വേണ്ടി അല്ലല്ലോ ചെയ്യുന്നത്. ആ വീട്ടിലെ ഒരു അംഗം എന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം. ബിന്നി അത് നിങ്ങളോട് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളത് ചെയ്യില്ല. എന്താണ് നിങ്ങളത് ചെയ്യാത്തത്? ഒരു പെണ്ണ് ഡ്യൂട്ടി ചെയ്യാൻ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് പോയി ഡ്യൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആണത്തം നഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണോ? ബിന്നിയുടെ വാക്ക് കേട്ടുകൊണ്ട് ഡ്യൂട്ടി ചെയ്യുവാൻ വേണ്ടി നെവിൻ എഴുന്നേറ്റപ്പോൾ നീ ആണാണോടാ, നിനക്ക് നാണമുണ്ടോടാ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ഒത്തിരി കാര്യം ഇതേക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷേ ഇതൊരു എപ്പിസോഡിന്റെ റിവ്യൂ ആയതുകൊണ്ട് ഞാൻ അത് ഇവിടെ അങ്ങ് വിടുകയാണ്. ബിന്നി ഷാനവാസിനോട് തന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ വളരെ മോശമായ ചേഷ്ടകളാണ് അയാൾ ബിന്നിക്ക് നേരെ കാണിക്കുന്നത്. അതായത് നമ്മൾ ഈ പട്ടിയും പൂച്ചയൊക്കെ വിളിക്കില്ലേ, ഈ രീതിയിലുള്ള ശബ്ദം. ഇത് ബിന്നിയോട് മാത്രമല്ല, അവിടെ പുള്ളി ആരോട് ബഹളമുണ്ടാക്കിയാലും അവസാനം കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ മറുപടി ഇല്ലാത്ത സാഹചര്യം വരുമ്പോഴേക്കും പെട്ടെന്ന് വാ വാ വാ, പിന്നാലെ വാ, ഇങ്ങനെ വിളിച്ച് അവരെ ഒരുമാതിരി ഈഞ്ഞാണിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യും. ഇത് ഇങ്ങനെയുള്ള ഒരു സ്ഥിരം സ്വഭാവമാണ്. ബിന്നിയെ ഇത് പറയുമ്പോൾ ആക്ഷേപിക്കുന്നുണ്ട്. ഈ ആക്ഷേപം കേട്ടിട്ടാണ് ബിന്നി നെവിനെ വിളിക്കുന്നത്. ഈ സമയത്ത് ബിഗ് ബോസ് ബിന്നിയുടെ കയ്യിലേക്ക് ഒരു വടിയിട്ട് കൊടുക്കുകയാണ്. ശരിക്കും ബിഗ് ബോസ് പറയുന്നത് മോർണിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി എല്ലാവരും വാതിക്കലേക്ക് വരാൻ വേണ്ടിയാണ്. അത് ബിന്നിക്ക് വേണ്ടി കൊടുത്തതല്ല. പക്ഷേ ബിന്നി ആ സാധനത്തെ കയറി പിടിച്ചു. എന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട്, മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങാൻ സമയമായി, വന്നേ. അവിടെ ഷാനവാസിന് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റില്ല, എഴുന്നേറ്റേ പറ്റൂ, കാരണം ബിഗ് ബോസിന്റെ ഓർഡറാണ്. ആ സമയത്ത് ബിന്നി ഇതേ ചേഷ്ട തന്നെ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. വാ 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 വാ. ബിന്നി ഇത് പറഞ്ഞപ്പോൾ ഷാനവാസിന്റെ കുരു പൊട്ടി. ഷാനവാസിന് അസ്വസ്ഥതയുണ്ടായി. എടോ, ഇത് തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുമ്പോൾ അവർക്ക് തോന്നുന്നതും. ബിന്നിയോട് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകുമെന്ന്. എന്ത് കൂടിപ്പോകാനാണ്? താൻ എന്താണോ കാണിച്ചത് അത് തന്നെയാണ് തന്നോട് തിരിച്ചും കാണിച്ചത്.
താൻ വിതച്ചതൊക്കെ തന്നെയാണ് താനിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുരു പൊട്ടിയിട്ട് കൂടുതൽ കാര്യമൊന്നുമില്ല. അടുത്തത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ആണ്. 3 പേരുടെ ഫാമിലി ഇന്ന് വരാൻ പോവുകയാണ്. ജിസൈലിന്റെയും ആര്യന്റെയും അനുമോളുടെയും. കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ ആയിരിക്കില്ല, കുറച്ച് കാര്യങ്ങൾ മാറ്റിപ്പിടിക്കാൻ പോവുകയാണ്. എന്താണ് മാറ്റിപ്പിടിക്കുന്നത്? ഇന്ന് വീട്ടുകാർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് അവരെ ഒന്ന് കാണാം, അവരെ സ്വീകരിക്കാം. പക്ഷേ ഉടൻ തന്നെ നിങ്ങൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകണം. അവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്ത് തീർക്കണം. ആ ടാസ്ക് നിങ്ങൾ ചെയ്ത് തീർക്കുന്നില്ല എങ്കിൽ വീട്ടുകാർ നിങ്ങളെ കാണാതെ മടങ്ങിപ്പോകും. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്തായാലും വീട്ടുകാരകത്തേക്ക് കയറുമ്പോൾ ആ ഫ്രഷ് മൂഡിൽ ഓടിച്ചെന്നവരെ കാണാമല്ലോ. അതുകൊണ്ട് 3 പേരും എഗ്രി ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ജിസൈലിന്റെ മമ്മിയാണ് വരുന്നത്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു മമ്മി എന്നുള്ള പാട്ട് കേൾക്കുന്നു. എല്ലാവരും ഓടുന്നു, ജിസൈലും ചെല്ലുന്നുണ്ട്. ആ സ്വീകരണത്തിൽ വലിയ ഊഷ്മളതയൊന്നും ഉണ്ടായിരുന്നില്ല. ജിസൈലിന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു മമ്മി വരണമെന്ന്. മമ്മിയുടെ മുഖത്തും വലിയ സന്തോഷമൊന്നുമില്ല. വീട്ടിലേക്ക് വന്നു. ജിസൈലും മമ്മിയുമായിട്ട് ലൈവിൽ കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. എപ്പിസോഡിൽ കാര്യമായിട്ട് ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടിയായിരുന്നു. ജിസൈലിന്റെ മുഖത്ത് നോക്കി ജിസൈലിന്റെ അമ്മ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ മുൻപേ ഞാൻ പറഞ്ഞത് ഇന്നു മുതൽ കിടക്ക മാറ്റി വിരിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളത്. അതുമാത്രവുമല്ല, ജിസൈൽ മമ്മിയെ കണ്ടപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് എന്റെ മേക്കപ്പ് ഐറ്റംസ് എവിടെ, മമ്മിക്ക് എങ്ങനെയുണ്ട്, എന്താണ് വീട്ടിലെ വിശേഷം, ഒരാൾ മരിച്ചു പോയിരുന്നു മമ്മിയുടെ അനിയത്തി. ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വാക്ക് പോലും ജിസൈൽ ചോദിക്കുന്നില്ല കേട്ടോ. ജിസൈലിന് ആകെപ്പാടെയുള്ള കംപ്ലൈന്റ്, എനിക്ക് കൃത്യമായിട്ട് മേക്കപ്പ് ഐറ്റംസ് എന്തുകൊണ്ട് അയച്ചു തരുന്നില്ല, എന്റെ തുണികൾ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് എനിക്ക് അയച്ചു തരാത്തത്, ഇത് മാത്രമാണ്. ആ അമ്മ ആകെപ്പാടെ അസ്വസ്ഥയായിരിക്കുകയാണ്. എങ്കിലും കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്. നീ എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്? ഇവിടെ നിന്റെ ബെഡ് മാത്രമാണല്ലോ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുന്നത്. ആ ബെഡിന്റെ താഴെയുള്ള ഒരു ഡ്രോയർ അത് ഒരു സമയത്തും അടക്കില്ല. ബാക്കിയുള്ളവരെല്ലാം അവരുടെ തുണികളും അവരുടെ സാധനങ്ങളും ഭദ്രമാക്കി അതിനകത്ത് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നീ മാത്രം എന്താണ് എപ്പോഴും തുറന്നിട്ടിരിക്കുന്നത്? ഇവള് വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. വീട്ടിൽ സെർവൻ്റ് ഉണ്ട്, ജോലിയെല്ലാം ചെയ്യും. അതുകൊണ്ട് ഇവൾക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരുടെ മേക്കപ്പ് ഐറ്റംസും ഇവരുടെ തുണികളും എല്ലാം അവിടെയും ഇവിടെയും എല്ലാം ചിതറിക്കിടക്കും. ഒരു കാര്യത്തിലും ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് തന്നെയാണ് അവൾ ഇവിടെയും വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോഴേക്കും ജിസൈലിന് വല്ലാതെ കുരു പൊട്ടുകയാണ്. മമ്മി ഇവിടെ നിൽക്കണ്ട, മമ്മി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് പോന്നു. മമ്മി വന്നപ്പോൾ ഒന്ന് കണ്ടു. അതിനുശേഷം ടാസ്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ടാസ്ക് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ജിസൈൽ വിളിച്ചു പറയുന്നുണ്ട് മമ്മിയോട്, മമ്മി ആവശ്യമില്ലാതെ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന്. കാരണം ആര്യനിട്ട് പൊട്ടിക്കുമോന്നൊരു പേടിയുണ്ട്. ആര്യനുമായിട്ട് അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ മമ്മിയും കണ്ടിട്ടുണ്ടല്ലോ. പേടിയാണ് അകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. തിരികെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മമ്മി എന്തൊക്കെയാണ് അവരോട് സംസാരിച്ചത്, എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ? മമ്മി പറയുന്നത്, ഞാൻ ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ മമ്മി ആര്യനെ മൈൻഡ് ചെയ്തില്ല. ആര്യനെ എന്താണ് മമ്മി മൈൻഡ് ചെയ്യാഞ്ഞത് എന്ന് ജിസൈൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുകയാണ്, ഞാൻ മൈൻഡ് ചെയ്തായിരുന്നല്ലോ, ഞാൻ അന്നേരം ശ്രദ്ധിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയും ആര്യനോട് പോയി ഒന്ന് കൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ആര്യന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു താല്പര്യവുമില്ല. കാരണം അവരൊക്കെ ആകെപ്പാടെ നാണം കെട്ടിരിക്കുകയാണ്. ഈ ഫാമിലി വീക്കിൽ വീട്ടുകാർ അവിടേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ മുതൽ ഉള്ളത്തിൽ ഒരു തുടിപ്പാണ്. പ്രിയപ്പെട്ടവരെ വേർപിരിഞ്ഞ് എത്രയോ നാളുകളായി. ഒരു പ്രഷർ കുക്കറിന് സമാനമായിട്ടുള്ള മാനസികാവസ്ഥയിൽ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് ഒരു കുളിർ തന്നൽ പോലെയാണ് തൻ്റെ അമ്മ, അപ്പൻ, സഹോദരങ്ങളൊക്കെ ഓടി ഇങ്ങോട്ട് വരുന്നത്. അവരെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. പക്ഷെ ജിസൈലിന് മാത്രം അങ്ങനെയുള്ള മാനുഷിക വികാരങ്ങളൊന്നുമില്ല. ഹ്യൂമാനിറ്റി എപ്പോഴും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ പെറ്റതള്ളെ കാണുമ്പോൾ പോലും അവിടെയും ബഹളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിയെ, എവിടെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ്, എന്താണ് എനിക്ക് അത് തരാത്തത്, എന്താണ് എനിക്ക് ഇത് തരാത്തത്? പരാതിയുടെ പ്രളയം തന്നെയാണ്. ചുരുക്കത്തിൽ ഈ മാനുഷിക ബന്ധങ്ങൾക്കൊന്നും വലിയ വിലയൊന്നും ഇവരുടെ മുൻപിലില്ല. ഇവർക്ക് അമ്മ, അപ്പൻ എന്നുള്ള വികാരങ്ങളെക്കാൾ ഉപരിയായിട്ട് എല്ലായ്പ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കുക മേക്കപ്പിനകത്ത് മാത്രമാണ്. ജിസൈലിന്റെ കോൺഫിഡൻസ് മുഴുവനും ഇരിക്കുന്നത് തന്റെ വ്യക്തിത്വത്തിലോ തന്റെ കഴിവിലോ അല്ല, പകരം മേക്കപ്പ് ഐറ്റംസിലാണ്. ഈ സാധനത്തിൽ ഒന്ന് കുറഞ്ഞു പോയാൽ അതോടുകൂടി നനഞ്ഞ പടക്കമായി മാറും, കാറ്റഴിച്ചുവിട്ട ബലൂണ് പോലെയായിത്തീരും. ശരിക്കും ഇവിടുത്തെ പ്രശ്നം എന്താണ്? തന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊരു ബോധം ഇവരുടെ ഉപബോധ മനസ്സിനകത്ത് കിടപ്പുണ്ട്. എന്നെ കാണാൻ കൊള്ളില്ല, എന്നെ ഒരു കാശിനും കൊള്ളാത്തൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ അമിതമായി മേക്കപ്പ് ചെയ്തേ പറ്റൂ. ഏത് നിമിഷവും മേക്കപ്പാണ്. ഇന്ന് അവിടെ ആരോണ്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ജിസൈൽ ഏത് സമയത്തും മേക്കപ്പിൽ തന്നെയാണോ എന്ന്. അതെ, മേക്കപ്പ് ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ജിസൈലിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ പഴഞ്ചനാണെന്നും മേക്കപ്പ് വിരോധിയാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. മേക്കപ്പ് ഒക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ 24 മണിക്കൂറും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പും മേക്കപ്പ് ചെയ്തിട്ടേ കിടന്നുറങ്ങൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ മേക്കപ്പ് ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് താൻ വന്നു കഴിഞ്ഞാൽ
അതോടുകൂടി ചിലപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് പോലും തോന്നിപ്പോകും. കാരണം മേക്കപ്പ് ഇല്ലാത്ത എന്നെ ലോകം കണ്ടാൽ എനിക്കെന്തോ ഒരു കുറവുള്ളതുപോലൊരു ഫീല്. അതാണ് ജിസൈലിന്റെ മാനസിക പ്രശ്നം. ജിസൈലിന്റെ മമ്മി വന്നു. അതിനുശേഷം ആര്യനാകപ്പാടെ കാറ്റടിച്ചു വിട്ട ബലൂണ് പോലെയായിപ്പോയി. ആര്യനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല. ആ വീട്ടിൽ പല ആൾക്കാരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട്. ജിസൈലിനും അത് ഒത്തിരി മാനസിക വിഷമമുണ്ടാക്കി. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആര്യനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റുന്നു. എന്നിട്ട് പറയുകയാണ്, ആര്യന്റെ പ്രിയപ്പെട്ടവർ വരാൻ പോവുകയാണ്. ആരൊക്കെയാണ് വരുന്നതെന്നറിയാമോ? അച്ഛനും അമ്മയുമായിരിക്കും. ഉറപ്പാണോ? അതെ ബിഗ് ബോസ്, അച്ഛൻ വരില്ല, എങ്കിലും എനിക്കറിയാം അച്ഛൻ വരും. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ്, ആര്യൻ എന്താണ് ഒരു മുഖത്ത് സങ്കടം പോലൊരു സന്തോഷമില്ലല്ലോ? ഇല്ല ബിഗ് ബോസ്, ഒരു അരമണിക്കൂറായിട്ട് ഞാൻ എന്തോ ആകെ ഡൗൺ ആയതുപോലെ തോന്നുകയാണ്. ഇത് ഫാമിലി വീക്കാണ്. ഇവിടെ പല ആൾക്കാരുടെയും കുടുംബങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നു. ആ സമയത്തൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്തോ ഞാൻ ആകെ അങ്ങ് ഡൗൺ ആയിപ്പോയി. ആ ഡൗൺ ആയത് ജിസൈലിന്റെ അമ്മ വന്നതുകൊണ്ടാണ്. അമ്മയെ കണ്ടുകൊണ്ട് പാദം തൊട്ടു തൊഴുവാൻ വേണ്ടിയൊക്കെ ആര്യൻ ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ അവരത് മൈൻഡ് ചെയ്തതുപോലുമില്ല. അത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി ആര്യന്. ആ സങ്കടത്തിൽ നിൽക്കുകയാണ്. എന്തായാലും നിങ്ങൾ സങ്കടപ്പെടേണ്ട, സ്ട്രോങ് ആയിരിക്കെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആള് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോർ റൂമിൽ കൂടി ആര്യന്റെ മൂത്ത ബ്രദർ അകത്തേക്ക് ഇറങ്ങി വരികയാണ്. വളരെ ഹാൻസം ആയിട്ടുള്ള ഒരാള്. അയാളുടെ എത്ര മനോഹരമായിട്ടുള്ള പെരുമാറ്റമാണ്, എന്തൊരു പോസിറ്റീവ് വൈബാണ്. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു. വലിയ വാതിൽ തുറക്കുന്നു. ആൾക്കാർ ഓടിച്ചെല്ലുമ്പോൾ ആര്യന്റെ അമ്മ വരികയാണ്. ഓ, അതൊന്ന് കാണേണ്ട നിമിഷം തന്നെയായിരുന്നു. അവർ കയറി വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യുവാൻ വേണ്ടി ആദ്യം മുൻപിൽ നിൽക്കുന്നത് അനുമോളാണ്. അനുമോൾ ഓടിച്ചെല്ലുന്നു. തൻ്റെ വീട്ടുകാരെങ്കിലും വരുന്നതായിരിക്കും എന്ന് കണ്ടാണ്. പക്ഷേ അനുമോള് നിരാശയോടെ നിൽക്കുമ്പോൾ ആ അമ്മ രണ്ട് കൈയും നീട്ടി അനുമോളെയാണ് വിളിക്കുന്നത്. അനുമോൾ ഓടിച്ചെല്ലുന്നു, കെട്ടി അങ്ങ് പിടിക്കുകയാണ്. എത്ര മനോഹരമായിരുന്നു ആ കാഴ്ച. അത് കണ്ണിന്റെ മുമ്പിൽ നിന്നും മായുന്നില്ല. അത്ര സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ആര്യന്റെ മമ്മി വന്ന് കയറിയപ്പോൾ. പിന്നെ നമ്മൾ കാണുന്നത് വേറൊരു ലോകം തന്നെയാ. എന്തൊരു പോസിറ്റീവ് വൈബായിരുന്നു ആ അമ്മയ്ക്ക്. ഓരോ ആൾക്കാരോടുമുള്ള സംസാരം, പെരുമാറ്റം, ആദിലയോടും നൂറയോടുമുള്ള ഇടപെടലുകൾ. അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാണ്, വീട്ടിൽ വരണം. ഇത് കേട്ടുകൊണ്ട് ലക്ഷ്മി തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഇവളുമാരി ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ആളുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ എൻ്റെ വീട്ടിലേക്ക് വരണം. മക്കളായിട്ട് രണ്ടാൾക്കാരെയും ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആര്യന്റെ അമ്മയുടെയും സഹോദരന്റെയും ആ വീട്ടിലുള്ള മറ്റുള്ളവരോടുള്ള പെരുമാറ്റം കണ്ടിട്ട് ജിസൈൽ ആകെപ്പാടെ ചൂളി നിൽക്കുകയാണ്. കാരണം ജിസൈലിന്റെ അമ്മയും ആര്യന്റെ അമ്മയും തമ്മിൽ അജഗജാന്തരമാണ് കാണുവാൻ സാധിക്കുന്നത്. ആര്യന്റെ അമ്മയുടെ പെരുമാറ്റ രീതികളൊക്കെ കണ്ട് ജിസൈൽ ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുകയാണ്. ജിസൈൽ എന്നിട്ട് അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്, എന്തൊരു നല്ല അമ്മയാണ് ആര്യൻ്റെത്. എൻ്റെ മമ്മിയും വന്ന്, എൻ്റെ മമ്മി ആകെപ്പാടെ ഇവിടെ വന്ന് വഴക്കടിച്ച് ഇവിടെ എല്ലാവരെയും വെറുപ്പിച്ചിട്ടാണ് പോയത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ അനുമോളുടെ വീട്ടിൽ നിന്നും രണ്ടാൾക്കാർ എത്തുകയാണ്. അനുമോളുടെ അമ്മയും സഹോദരിയും. സ്വന്തം സഹോദരിയല്ല, റിലേറ്റീവ് ആകാം. എന്തായാലും രണ്ടാൾക്കാർ അവിടേക്ക് വരികയാണ്. എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്നുള്ള ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയും കേട്ടോ. അമ്മയെ എതിരേൽക്കുവാൻ വേണ്ടി അനുമോൾ ഒരൊറ്റ ഓട്ടമാണ്. ഓടിപ്പോയി നിറകണ്ണുകളോടുകൂടി കാത്തു നിൽക്കുകയാണ്. വീട്ടുകാരെല്ലാവരും പിൻപിൽ വന്ന് നിൽക്കുന്നു. ആ ഒരു നല്ല മുഹൂർത്തം അത് കാണേണ്ടത് തന്നെയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ബിഗ് ബോസ് ഒരു നിറികേട് കാണിച്ചു കളഞ്ഞു. പാട്ടങ്ങ് ഓഫ് ചെയ്തു. എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ബിഗ് ബോസ് വാതിൽ തുറക്കുക എന്ന് പറഞ്ഞ് അനുമോൾ ശബ്ദമുയർത്തുന്നു. ഈ സമയത്ത് ബിഗ് ബോസ് പറയുകയാണ്, അനുമോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക. രാവിലെ ഈ ബിഗ് ബോസ് തന്നെയാണ് പറഞ്ഞത്, അവരിവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ പോയി ഇൻവൈറ്റ് ചെയ്യാം. പക്ഷെ അതിനുശേഷം നിങ്ങൾ ആക്ടിവിറ്റി ഏരിയയിൽ പോയി ടാസ്ക് ചെയ്യണം. ആ പറഞ്ഞ ആള് തന്നെ ഇപ്പോൾ അതേ ശബ്ദത്തിൽ വാക്കുമാറ്റി പറയുകയാണ്, അനുമോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക. അനുമോൾ കരഞ്ഞുകൂവി പോവുകയാണ്. ബിഗ് ബോസ് എൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നോട് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. ഇത് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് അനുമോൾ പോവുകയാണ്. ഈ സമയത്ത് വീണ്ടും എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്ന് പറഞ്ഞ് പാട്ട് കേൾക്കുന്നു. അമ്മയും സഹോദരിയും അകത്തേക്ക് കയറി വരുന്നു. പക്ഷെ വാവ അവിടെ കാണുന്നില്ല. വാവ ആക്ടിവിറ്റി റൂമിലാണ്. എങ്കിലും പാട്ടിന്റെ കൊഴുപ്പിന് യാതൊരു കുറവുമില്ല. വാവ ആക്ടിവിറ്റി റൂമിൽ നിന്നുകൊണ്ട് അവിടെ കൊടുത്ത ടാസ്കുകളെല്ലാം പൂർത്തിയാക്കി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ അരികിലേക്ക് വരികയാണ്. ഈ കാഴ്ച സത്യത്തിൽ അറുബോറാണ് കേട്ടോ. രസം കൊല്ലിയാണ്. കാരണം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു ത്രില്ലുണ്ട്. അത് കാണുവാൻ വേണ്ടി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന അതിൻ്റെ ഒരു സസ്പെൻസ്, ആ ക്യൂരിയോസിറ്റി, അതൊക്കെ ആ അനുഭവത്തിൽ കൂടി തന്നെ കടന്നുപോയി നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അത് ബിഗ് ബോസിന് അറിയാഞ്ഞിട്ടാണോ?
ലാലേട്ടൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ആ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞില്ലേ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ്. ഈ ഷോയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുന്നമേ കൂട്ടി ചോർത്തി പുറത്തു കൊടുക്കുകയും ആ വാർത്ത ചോർത്തി എടുത്തിട്ട് മുന്നമേ തന്നെ വീഡിയോ ചെയ്ത് ആരൊക്കെ ഇവിടുന്ന് എവിക്റ്റ് ആകാൻ പോകുന്നു, എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ മോശമാണെന്ന്. അതെ, അതിന്റെ ക്യൂരിയോസിറ്റി അത് പ്രേക്ഷകരിൽ നിലനിൽക്കണം. ആ ക്യൂരിയോസിറ്റിയിൽ തന്നെ ഈ ഷോ കാണുമ്പോഴാണ് അതിന്റെ ആ സൗന്ദര്യം ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഫാമിലി വീക്കിലും മത്സരാർത്ഥികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി. അവർ പടിവാതിക്കൽ എത്തുമ്പോഴേക്കും ഈ മത്സരാർത്ഥിയെ തേങ്ങുന്ന ഹൃദയത്തോടുകൂടി ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടുപോയിട്ട് പണിയെടുപ്പിക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അത് വളരെ മോശമാണ്, ബോറാണ്. എന്തായാലും അവിടെ പോയി ടാസ്ക് എന്ന പേരിൽ എന്തൊക്കെയോ ചെയ്തിട്ട് അനുമോളും തിരികെ വരുന്നുണ്ട്, അമ്മയുമായിട്ട് കൂടിക്കാണുന്നു. അതിനുശേഷം അവിടുത്തെ വികാരഭരിതമായ രംഗങ്ങൾ, കുറെ സമയം അവർക്ക് അനുമോളുടെ കൂടെ ചെലവഴിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നിട്ട് അവരും മടങ്ങിപ്പോവുകയാണ്. ഇന്ന് 3 കുടുംബങ്ങൾ അതിനകത്തേക്ക് വന്നു. ജിസൈലിന്റെ അമ്മ ജിസൈലിനോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, വളരെ വ്യക്തമായി ചില സന്ദേശങ്ങൾ കൊടുത്തു. നിന്റെ ഗെയിം ശരിയല്ല എന്ന് വളരെ കറക്റ്റായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു. ആര്യന്റെ വീട്ടിൽ നിന്നും തന്റെ അമ്മയും സഹോദരനും എത്തി. അവർ രണ്ടുപേരും പറയാതെ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചു. ആര്യന്റെ വീട്ടുകാർക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആര്യന്റെ ജ്യേഷ്ഠൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇത് പ്രൗഡ് മൊമെന്റ് ആണ്. നീ ഇവിടെ എന്ത് കാണിക്കുന്നു, എങ്ങനെ എന്തൊക്കെയായിത്തീരുന്നു, അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. നിനക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ തന്നെ നീ കളിച്ചു മുൻപോട്ട് പോയിക്കോ. പക്ഷെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്കൊന്ന് വരാൻ പറ്റിയല്ലോ നീ കാരണം. അതുകൊണ്ട് നിന്നെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്തിട്ടാണ് അവർ പോയത്. എങ്കിലും അമ്മ സംസാരിക്കുമ്പോൾ അവിടെയും ഇവിടെയും തൊടാതെയൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദിലയുടെയും നൂറയുടെയും കാര്യം പറഞ്ഞില്ലേ, അവർ രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ്. പക്ഷെ ജിസൈൽ ഫ്രണ്ടാണ് എന്നാണ് അമ്മ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ജിസൈലിനെ മറ്റൊരു കണ്ണിൽ കൂടിയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ആര്യനോട് നമ്മൾ അറിയാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ മറ നീക്കി പുറത്തു വരും. തുടർന്ന് വീട്ടുകാരെല്ലാം പോയതിനു ശേഷം പിന്നെ അവിടെ കണ്ടൊരു രസക്കാഴ്ച, നമ്മുടെ സ്പൈക്കുട്ടൻ പെട്ടെന്ന് സ്റ്റോർ റൂം വഴി അകത്തേക്ക് വരുന്നുണ്ട്. എന്തിനാണ് സ്പൈക്കുട്ടൻ വന്നത്? ഈ വിസിറ്റ് ചെയ്യുവാൻ വേണ്ടി വന്ന ഫാമിലി അവര് അച്ചാറ്, മധുര പലഹാരങ്ങൾ, അതുപോലെ ചിക്കൻ, മട്ടൻ, ഇങ്ങനെയുള്ള പല വിഭവങ്ങളുമായിട്ടാണ് ആ വീട്ടിലേക്ക് വരുന്നത്. ഇതിനകത്ത് അടിച്ചു മാറ്റാൻ പറ്റിയ സമയമാണിത്. ഒത്തിരി അടിച്ചുമാറ്റലുകൾ നടക്കുന്നുണ്ട്. ഇന്ന് ഒരു വെളുത്തുള്ളി അച്ചാറിന്റെ ഒരു പാക്കറ്റ് തന്നെ, ഒരു വലിയ കുപ്പി, ആ കുപ്പി തന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ആസ്ഥാന കള്ളനായ നെവിൻ അടിച്ചു മാറ്റി കട്ടിലിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിരിക്കുകയാണ്. നെവിൻ മാത്രമല്ല, നൂറയും അതിനകത്തുണ്ട്. ഈ കള്ളത്തരം പിടിക്കാൻ വേണ്ടിയാണ് സ്പൈക്കുട്ടനെ ബിഗ് ബോസ് അവിടേക്ക് വിട്ടത്. സ്പൈക്കുട്ടൻ വളരെ കൃത്യമായിട്ട് വന്ന് ഈ സാധനം പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ വല്ലപ്പോഴും വരുന്നതല്ലേ സ്പൈക്കുട്ടൻ. ഈ ഫാമിലി വീക്കൊക്കെ ആയതുകൊണ്ട് 3 പേരുടെ പേര് പറഞ്ഞു. 4ാമത് വീണ്ടും പാട്ടുമിടങ്ങുമ്പോൾ ഇനി ആരുടെ കുടുംബമാണ് വരുന്നത്? ഈ അങ്കലാപ്പിലായിരുന്നു വീട്ടുകാരൊക്കെ. അപ്പോഴാണ് സ്പൈക്കുട്ടൻ വരുന്നത്. എന്തായാലും സ്പൈക്കുട്ടൻ വന്നതല്ലേ, അവനെ ഒന്ന് കളിപ്പിച്ചേക്കാം എന്ന് കരുതി എല്ലാവരും കൂടി ചുറ്റിനും കൂടുന്നു. ഇവർ പറയുന്ന കമാൻഡുകളൊക്കെ സ്പൈക്കുട്ടൻ അനുസരിക്കുന്നു. അയാൾ ചാടുന്നു, മറിയുന്നു, കാലുകുത്തി കയ്യിൽ പൊങ്ങുന്നു, കൈകുത്തി കാലിൽ പൊങ്ങുന്നു. അങ്ങനെ പല പരിപാടികൾ അല്പനിമിഷം കൊണ്ട് അവിടെ കാണിച്ചു കൂട്ടിയിട്ട് സ്പൈക്കുട്ടൻ മടങ്ങിപ്പോവുകയാണ്. തുടർന്ന് വീണ്ടും അടുക്കളയിൽ അടിയാണ്. അടിയുടെ കാരണക്കാരൻ ഇപ്പോഴും അനീഷ് തന്നെയാണ്. ചപ്പാത്തി പരത്തുന്നതാണ് വിഷയം. ചപ്പാത്തിക്ക് കുഴയ്ക്കുവാനുള്ള മാവിനകത്ത് കണ്ടമാനം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. എനിക്കറിയാം, നീ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട, അക്ബറിനോടാണ്. തുടർന്ന് അക്ബറും അനീഷും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. അക്ബർ അവസാനം എടുത്തിട്ട് ചാമ്പി വിടുന്നുണ്ട്. സത്യം പറയാമല്ലോ, അനീഷിനെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്ര വീഡിയോസ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പക്ഷേ ചില സമയത്ത് അനീഷിന്റെ പെരുമാറ്റവും രീതികളുമൊക്കെ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഇറിറ്റേഷനിലേക്കാണ് അനീഷ് കൊണ്ടുപോവുക. ഈ പ്രശ്നം നടക്കുമ്പോൾ ഒട്ടുമിക്കവാറും ആൾക്കാരെല്ലാവരും ഇതിനകത്ത് ഇടപെടുന്നുണ്ട് കേട്ടോ. പക്ഷേ 2 ആൾക്കാർ മാത്രം ബിഗ് ബോസ് വീട്ടിലെ കാഴ്ചക്കാരാണ്. ആരാണ് ആ 2 ആൾക്കാർ? ഒന്ന് ലക്ഷ്മി തമ്പുരാട്ടിയും 2 സാബുമാനും. ഇവര് ഈ വിഷയത്തിൽ മാത്രമല്ല, ആ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിലും അവരിടപെടത്തില്ല. എന്തെങ്കിലും അവരോട് ചോദിച്ചാൽ അവർ മറുപടി പറയും. അതിനപ്പുറത്ത് അവർ കാഴ്ചക്കാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മിനിറ്റിലും ഈ 2 ആൾക്കാരുടെയും കിടപ്പും ഇരിപ്പുമൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ കൂടെ കാണിച്ചുകൊണ്ടിരിക്കും. ലക്ഷ്മി ഈ അടിയെല്ലാം കണ്ട് ആസ്വദിച്ച് അവിടെ കിടക്കുകയാണ് ബീൻ ബാഗിൽ. ആ കൂട്ടത്തിൽ സാബുമാനുമുണ്ട്. എന്തായാലും അടുക്കളയിൽ നിന്നും അനീഷിന്റെ ശബ്ദം അതിഗംഭീരമായി ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അക്ബറിന് മനസ്സിലാകുന്നുണ്ട് ഇത് വാചം അടിച്ച് തോൽപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല, അതുകൊണ്ട് അടിച്ചമർത്തിയേ പറ്റുള്ളൂ.
അപ്പോൾ അനീഷിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് വിളിക്കുക, പോടാ അവിടുന്ന്, ഒന്ന് പോടാ, നിർത്തിയിട്ട് പോടാ, നീ ആരാടാ, നീ എന്തൊക്കെയാടാ ഈ സംസാരിക്കുന്നത്? ഈ രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അനീഷിന്റെ മുഖത്ത് നോക്കി അക്ബർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അനീഷ് മെല്ലെ നിർത്തി. ഞാൻ ആരാന്ന് നിനക്ക് അറിയണോടാ, എന്റെ പേര് അനീഷ് എന്ന് തന്നെയാടാ. ഇതൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ അനീഷ് അങ്ങ് അണയുകയാണ്. തുടർന്ന് രാത്രിയിലെ കാഴ്ചകളാണ് കാണുന്നത്. നമ്മുടെ ജിസയിലും ആര്യനും തമ്മിൽ അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തുകയാണ്. രണ്ടുപേരും ഇനി മുതൽ 2 ബെഡിൽ കിടക്കാം, ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. കാരണം എൻ്റെ മമ്മിയും നിന്റെ മമ്മിയും ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ജോളിയായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയാൻ തീരുമാനിക്കുകയാണ്. ബെഡ് മാത്രമാണോ 2 ആക്കുന്നത്, അതോ വ്യക്തികളും 2 ആകുമോ എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ അറിയണം. ഈ സംഭവം നടക്കുമ്പോൾ അപ്പുറത്ത് ഒരു റൊമാൻറ്റിക് മൊമെന്റ് നടക്കുന്നുണ്ട്. അത് ബിന്നിയും ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിനുമാണ്. രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ്. നൂബിൻ പറയുന്നു, നാളെ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഓ, നീ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പിന്നെ രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് കരയുകയായിരിക്കും. ഈ സംസാരം പറഞ്ഞ് അങ്ങനെ ഹഗ് ചെയ്തവർ കിടക്കുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് തലയിൽ കൂടി പുതപ്പുമിട്ടുകൊണ്ട് നെവിൻ വരികയാണ്. നെവിൻ വന്ന് ഇവരുടെ രണ്ടുപേരുടെയും കിടക്കയിൽ കയറി അവർ പറയുന്നതും കേട്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, എടാ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ അമ്മ, അതുപോലുള്ള ആൾക്കാരൊക്കെ നീ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിന്നെ ശപിക്കുന്നുണ്ടാവും. എടാ, ഇത് ആദിലയുടെയും നൂറയുടെയും ഒക്കെ അടുക്കലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു കളി എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ബിന്നി പറയുന്നുണ്ട്, എല്ലാ വീട്ടിലും ഈ കല്യാണമൊക്കെ നടക്കില്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്ന ആ സമയമുണ്ടല്ലോ, അപ്പൊ ആ വീട്ടിലൊരു കുഞ്ഞുവാവ കാണും. ഈ കുഞ്ഞുവാവയ്ക്ക് ആ സമയത്ത് ഭയങ്കര ശാഠ്യമായിരിക്കും കല്യാണ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഇടയ്ക്ക് കിടന്നുറങ്ങണമെന്ന്. അങ്ങനെ ഒരു കൊച്ചു വാവയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ഫണ്ണായിരുന്നു കേട്ടോ. അടുത്തതായി കാണുന്നത് ജിസൈലിനെ വിളിച്ചു നിർത്തിക്കൊണ്ട് അക്ബർ കുറെ രഹസ്യങ്ങൾ പറയുന്നതാണ്. അതായത് ഇവിടെ ഒനിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ മോശമായിട്ട് നിന്നെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെയും നിങ്ങൾക്കെതിരെ അനാവശ്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, നിനക്കതറിയാമല്ലോ. അതെ, എനിക്കറിയാം. പക്ഷേ ഒനിലിൻ്റെയൊക്കെ മനോഭാവം വേറെയാണ്. അവനൊക്കെ നിങ്ങളെക്കുറിച്ച് അനാവശ്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അവൻ എന്ത് അനാവശ്യം പറയാനാണ്? അവൻ ഒരു അനാവശ്യവും ഇനി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ബെഡ് മാറി മാറി കിടക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട. അപ്പോൾ അക്ബർ, അങ്ങനെ നിങ്ങൾ ഇന്ന് രാത്രിയിൽ ബെഡ് മാറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ പറയും, അവൻ പറഞ്ഞിട്ടാണ്, അവൻ പറഞ്ഞത് കേട്ടിട്ട് നാണം കേട്ടിട്ടാണ് നിങ്ങൾ എഴുന്നേറ്റ് അപ്പുറവും ഇപ്പുറവും മാറി കിടക്കുന്നതെന്ന്. അതിനിപ്പോൾ എന്ത് ചെയ്യും? അതിനെന്ത് ചെയ്യാനാ? പറയുന്നവൻ പറയട്ടെ. അവനിപ്പോൾ ജലസിയാണ്. അതായത് ഈ വീട്ടിൽ വരുമ്പോൾ ഒരാളിനെ മറ്റൊരാൾ കെയർ ചെയ്യുകയും ഒരാൾക്ക് മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ജലസി ഉണ്ടല്ലോ, അതാണ് ഒനിലിന്റെ മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. ഇത് പറഞ്ഞ് ജിസയിൽ പോവുകയാണ്. പക്ഷെ അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒനിലും ജിസയിലും ആര്യനും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കാഴ്ച. ഈ സമയത്ത് ഒനിലിന് ജലസിയാണ് എന്ന് പറഞ്ഞ ഇതേ ജിസയിൽ തന്നെ പ്ലേറ്റ് തിരിച്ച് അപ്പുറത്ത് അക്ബർക്കെതിരായിട്ട് സംസാരിക്കുന്നു. ഒനിൽ പറയുകയാണ്, ഇവിടെ അനുമോൾ ഒരു ആരോപണം ഉന്നയിച്ചു, ആ സമയത്ത് ഇവിടെ വലിയ വിഷയങ്ങളുണ്ടായി, പക്ഷേ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ ഗെയിം കളിച്ചിട്ടില്ല, നിങ്ങളുടെ പേര് ഞാൻ എടുത്തിട്ടിട്ടുമില്ല. അപ്പോൾ ജിസയില്, എന്നിട്ട് അക്ബർ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അക്ബർ ഇപ്പോഴും പറയുന്നത് നീ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ മോശമായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നാണല്ലോ. അപ്പോൾ ഒനില്, അത് അവന്റെ ഗെയിം. അത് തന്നെയാണ് ഞാൻ ഇവനോട് പറഞ്ഞത്. അക്ബർ കൃത്യമായിട്ട് ഗെയിം കളിക്കുകയാണ്. ഇതാണ് ജിസയിൽ പറയുന്നത്. അക്ബറിന്റെ കൂടെ നിന്നിട്ട് ഒനിലിനെ തള്ളി പറഞ്ഞ വ്യക്തി ഇപ്പോൾ പറയുകയാണ്, എനിക്ക് അപ്പോഴേ മനസ്സിലായായിരുന്നു അക്ബറിന്റെ ഗെയിം ആയിരുന്നു, അവൻ ഒനിലിനെതിരെ നമ്മളെ വെച്ച് ഗെയിം കളിക്കുകയാണെന്ന്. ജിസയിൽ അങ്ങനെയാണെങ്കിൽ അക്ബറിന്റെ മുഖത്ത് നോക്കിയത് പറയരുതായിരുന്നോ? അവിടെ നിന്നുകൊണ്ട് ഒനിലിനെ കുത്തിയേച്ച് തിരിച്ചിപ്പുറത്ത് വന്നു നിന്നുകൊണ്ട് അക്ബറിനെ കുത്തുന്നു. ഇത് മോശമായിട്ടുള്ള സ്വഭാവമാണ്. അവസാനം ജിസയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അക്ബർ പറഞ്ഞു അത്രേ, നമുക്ക് ഈ വിഷയം വെച്ച് ഒനിലിനെതിരെ കളിക്കാമെന്ന്. അത് അങ്ങേയറ്റത്തെ കള്ളത്തരമാണ് ഈ പറയുന്നത്. അക്ബർ അങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്തിനാണ് ജിസയിൽ അക്ബറിനെതിരെ ഈ മോശമായിട്ടുള്ള ഇല്ലാത്ത കാര്യം പറയുന്നത്? അതെന്തിനാണെന്ന് വ്യക്തമാണ്. അക്ബറും ഒനിലും തമ്മിൽ അടിക്കട്ടെ, അത് ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കാം. കഴിഞ്ഞ ദിവസം ആര്യനും ഒനിലും തമ്മിൽ വലിയൊരു പ്രശ്നം നടന്നു. എന്തായാലും ഈ ഒരു സംസാരത്തിൽ ഇരുവരും തമ്മിൽ പ്രശ്നം പരിഹരിച്ചു, കൈ കൊടുത്തു, ഹഗ് ചെയ്തു, ജിസയിലും ഹഗ് ചെയ്ത് അങ്ങനെ സമാധാനത്തോടെ പിരിയുന്നെടുത്ത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ, സബ്സ്ക്രൈബ് ചെയ്യുവാൻ, കമന്റ് ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.